ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. ഞാനിന്ന് ഒരു വീഡിയോ എടുക്കാമെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ചാനൽ ഇതുവരെയും ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗ് എന്ന നിലയ്ക്കാണ് ഞാൻ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും, ബാംഗ്ലൂർ ഇപ്പോൾ ഒരു കുട്ടി സൂസൈഡ് ചെയ്ത കാര്യം, അനാമിക എന്ന് പറഞ്ഞൊരു കുട്ടി. നിങ്ങൾ ആ സൂസൈഡ് ന്യൂസ് കേട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കോളേജിൻ്റെ പേരൊന്നും എനിക്ക് പറയാൻ താല്പര്യമില്ല. നിങ്ങൾ ന്യൂസ് കേട്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതൊരു എന്താ പറയുന്നത്, ഫാക്കൽറ്റീസിൻ്റെ ഭാഗം മൂലം, ഫാക്കൽറ്റീസ് കാരണം ബുള്ളി ചെയ്തിട്ട് പറ്റിയൊരു സൂസൈഡാണെന്നാണ് ഇപ്പം എനിക്കറിവ്. എനിക്ക് അതിൽ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് എനിക്ക് സ്റ്റുഡൻസിനോടാണ് പറയാനുള്ളത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ പേര് ന്യൂസ് കേട്ട സമയത്ത് കുറേ പേരിങ്ങനെ കമൻറ്റിലാണെങ്കിലും അല്ലാതെ ഇങ്ങനെ പറഞ്ഞ കൂട്ടത്തിലാണെങ്കിൽ ഞാൻ കേട്ട കാര്യമാണ്, എന്തിനാണ് ആ കുട്ടി അങ്ങനെ ചെയ്തേ എന്നുള്ളൊരു ടോക്കിൽ, അല്ലെങ്കിൽ ആർക്ക് പോയി, അങ്ങനെയുള്ളൊരു ടോക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഒരു ഭാഗം നോക്കുകയാണെങ്കിൽ അത് സത്യമാണ്. സംഭവം നമ്മൾ സ്റ്റുഡൻസാണ്, നമ്മൾ വേറൊരു സ്ഥലത്തോട്ട് പഠിക്കാൻ വന്നേക്കാണ്. കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ലാംഗ്വേജും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനും നാട്ടുകാരും. നമ്മൾ അതിനോട് കോപ്പപ്പ് ചെയ്യാൻ, എനിക്കറിയാം, അതിന് നല്ല ടൈം എടുക്കും. ഫസ്റ്റ് ഇയർ വന്ന് കയറുമ്പോഴേ നമ്മൾ പലതും പുതിയ കാര്യങ്ങളായിരിക്കും, എല്ലാം പുതുതായിരിക്കും. നമ്മൾ ഹോസ്റ്റൽ പുതുതായിരിക്കും, നമ്മുടെ ചുറ്റിനുള്ള ഫ്രണ്ട്സ് പുതുതായിരിക്കും, നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ കൂടെ ഇല്ല, നമ്മുടെ സിബ്ലിങ്സ് നമ്മുടെ കൂടെ ഇല്ല, പിന്നെ പുതിയ മാംസ് ആയിരിക്കും പഠിപ്പിക്കാൻ വരുന്നത്. പലർക്കും പല മെൻറ്റാലിറ്റി കാണും, ഇത് എല്ലാം കൂടെ ആയിട്ട്. പിന്നെ പലർക്കും പല കപ്പാസിറ്റിയാണ്, ഇതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകുന്നുള്ളത് പലർക്കും പല കപ്പാസിറ്റിയാണ്. എൻ്റയർലി ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റീസ് ഉള്ളവരായിരിക്കും നമ്മുടെ ക്ലാസ് റൂം ചുറ്റും നമ്മുടെ കൂട്ടത്തിലിരിക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പിടിച്ച് നിന്നില്ലെങ്കിൽ പറ്റാൻ പോകുന്ന അവസ്ഥകൾ നമ്മുടെ ലൈഫിൽ തന്നെയാണ്. നമ്മളുടെ ലൈഫ് ലോസ്റ്റ് ആയാൽ നമുക്ക് തന്നെ പ്രശ്നങ്ങളുള്ളൂ, പിന്നെ നമ്മുടെ മാതാപിതാക്കൾക്കും. നിങ്ങൾ ഇതൊക്കെ ഓർക്കുക. വരുന്ന സമയത്ത് നിങ്ങൾ മെൻ്റലി ഒട്ടും ഓക്കെ അല്ലായിരിക്കും. കാരണം ഇവിടെ വരുന്ന സമയത്ത് നിങ്ങൾ വീട്ടിൽ നിന്ന് നിങ്ങളുടെ ആ സിറ്റുവേഷനിൽ, അതായത് നിങ്ങളെ കംഫർട്ട് ചെയ്യാനുള്ള ആൾക്കാരെല്ലാം വീട്ടിലായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ആ പ്രദേശത്ത് നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും, നിങ്ങളുടെ നെയ്ബേഴ്സ് ഉണ്ടായിരിക്കും, അങ്ങനെ പലരും കാണുമായിരിക്കും. പക്ഷേ ഇവിടെ വരുന്ന സമയത്ത് നമ്മൾ ഹോസ്റ്റലിലാണെങ്കിൽ പിന്നെ പറയേ വേണ്ട. കാരണം ഞങ്ങളുടെ ഹോസ്റ്റലിലാണെങ്കിൽ നമ്മളുടെ ആ ഉള്ള ഫ്രണ്ട്സ് സർക്കിൾ മാത്രമേ കാണത്തുള്ളൂ. അതായത് നിങ്ങൾ വന്ന സമയത്താണെങ്കിൽ നിങ്ങൾക്ക് അതിനു വേണ്ടി ഫ്രണ്ട്സൊന്നും കാണില്ല, ചിലപ്പോൾ പെട്ടെന്ന് മിങ്കിൾ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരായിരിക്കും. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ വെക്കുക, എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും ഇത് നിങ്ങളുടെ ലൈഫാണ്. അതായത് നമ്മൾ ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാലേ, അതിപ്പോൾ ഏത് സിറ്റുവേഷൻ ആണെങ്കിലും, ഇന്നതെന്ന് പറഞ്ഞ ബുള്ളിയുടെ കാര്യം മാത്രമല്ല, ഇപ്പോൾ എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും നമ്മൾ ഫൈറ്റ് ചെയ്താലേ നമുക്ക് എപ്പോഴും പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. അതിന് നമ്മളാണ് മുന്നിട്ടിറങ്ങേണ്ടത്. മറ്റൊരാൾ നമ്മളെടുക്കെ പറയുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും, ചിലപ്പം നമ്മൾക്ക് മറ്റൊരുടെ കപ്പാസിറ്റി വെച്ചിട്ട് നമ്മൾക്ക് മൈൻഡ് ചേഞ്ച് ചെയ്യാം. പക്ഷേ എന്തൊക്കെ വന്നു കഴിഞ്ഞാലും, ഏത് സിറ്റുവേഷനിൽ കൂടെ പോയി കഴിഞ്ഞാലും നിങ്ങൾ വിചാരിക്കുക ഇതെൻ്റെ ലൈഫാണ്. നമ്മൾ തന്നെ എല്ലാ കാര്യത്തിലും പിടിച്ചു നിന്നില്ലെങ്കിൽ പറ്റത്തില്ല. സ്റ്റുഡൻസിൻ്റെ അടുത്ത് എനിക്ക് ഈ കാര്യമാണ് പറയാനുള്ളത്. നിങ്ങൾ എന്ത് വന്നു കഴിഞ്ഞാലും വരുന്നിടത്ത് വെച്ച് കാണട്ടെ എന്നുള്ള രീതിക്ക് മൈൻഡ് സെറ്റിലെടുക്കുക. അതായത് നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ നിങ്ങളത് ശരിയാക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് വന്നാലും സൂയിസൈഡിനെ കുറിച്ച് ചിന്തിക്കുകയേ ചെയ്യരുത്. കാരണം നിങ്ങളെ ഓർത്തിട്ട് നിങ്ങളുടെ വീട്ടിൽ കുറേ പേര് ഇരിക്കുന്നുണ്ട്. അതായത് അച്ഛൻ, അമ്മ, ചേട്ടൻ, സിബ്ലിങ്സ് കാണും. പേരൻസ് ആണെങ്കിലും നിങ്ങളിൽ പ്രതീക്ഷ വെച്ചിട്ടായിരിക്കും നിങ്ങൾ ഇത്ര ലക്ഷം കൊടുത്ത് നിങ്ങളെ വേറൊരു സ്ഥലത്തോട്ട് അവർ കഷ്ടപ്പെട്ട് നിങ്ങളെ വിടുന്നത്. വേറെ വഴി കൂടെ പോകുന്ന ആരെന്ത് പറഞ്ഞെന്ന് വെച്ചിട്ട് നിങ്ങളത് കേട്ടിട്ട് നിങ്ങളതിന് മനസ്സിലെടുത്ത് നിങ്ങൾ വല്ലാണ്ട് ടെൻഷൻ അടിക്കുക. ഓക്കെ, അതൊരു മനുഷ്യ സഹജമായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അതിനെ ഓർത്തിട്ട് എനിക്ക് ടെൻഷൻ, ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി നോർമൽ. ബട്ട് നിങ്ങളത് മനസ്സിലെടുത്തിട്ട് നിങ്ങളുടെ മനസ്സ് നിങ്ങൾ വല്ലാണ്ടാക്കി അതിനെ ഓർത്ത് നിങ്ങൾ സൂയിസൈഡിലോട്ട് മാത്രം പോരുത്. കാരണം ഇതൊക്കെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നിങ്ങളിങ്ങനെ ആലോചിക്കും, ഞാൻ എന്തിനാണ് അങ്ങനെ ചിന്തിച്ചേ. എല്ലാവർക്കും ഈ ഒരു സ്റ്റേജ് കടന്നു പോകുന്നതാണ്. കംപ്ലീറ്റ്ലി ഞാനാണെങ്കിലും ഈ ഒരു സ്റ്റേജൊക്കെ കടന്നു വന്നിട്ട് ഇനിയും വേണമെങ്കിൽ വരാം. അതായത് ഒരാൾക്ക് ഒരു വട്ടം തന്നെ ഇങ്ങനത്തെ ഹാർഡായിട്ടുള്ള സിറ്റുവേഷൻ വരണമെന്നില്ല.
ഇതെന്തായാലും കടന്നു പോകും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ദൃഢമായിട്ട് എടുക്കണം, ഇത് നിങ്ങളുടെ ലൈഫാണ്, നിങ്ങൾ ഫൈറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ എന്ത് പ്രശ്നം വന്നാലും നിങ്ങൾ പിടിച്ചു നിൽക്കാനും അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തി മുമ്പോട്ട് പോകാനും നിങ്ങൾ ശ്രമിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും എന്താ പറയുന്നത് ഇതേപോലെ സങ്കടപ്പെട്ടിരിക്കുകയാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ആരും മാറിയിരിക്കരുത്, അവളെ ഒറ്റയ്ക്കാക്കരുത്. സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഒരാളെ എനിക്ക് എൻ്റെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ എൻ്റെ ചുറ്റിനും ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ നമ്മൾ സംസാരിച്ച് ആ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ അത്രയും പ്രശ്നങ്ങൾ കുറയും. അല്ല നമ്മൾ പ്രശ്നത്തിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഒന്നുകൂടെ ഒറ്റപ്പെടുകയാണെങ്കിൽ എന്താ പറ്റുന്നത്, ഒറ്റയ്ക്കിരിക്കുമ്പോൾ പല പല തോട്ട്സ് നമ്മുടെ മനസ്സിലോട്ട് വരും. എനിക്ക് അങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് ആരുമില്ല, എനിക്കിങ്ങനെ പറയാൻ ഒരു ആൾക്കാരും ഇല്ല, ഞാൻ പറഞ്ഞിട്ട് ആരും കേൾക്കാനില്ല എന്നുള്ളൊരു മെൻറ്റാലിറ്റി വന്നു കഴിഞ്ഞാൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ അങ്ങനെ പല പല ചിന്തകൾ വരും. അപ്പം അങ്ങനെ ആവാതിരിക്കണമെങ്കിൽ ഫ്രണ്ട്സായിട്ടുള്ള നിങ്ങൾ മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഒരു കുട്ടീനെ ഒറ്റയ്ക്കാക്കി പോവാതെ എന്താണ് പ്രശ്നം, മാറും സംഭവങ്ങൾ, നിങ്ങൾ അവരെ കാമാക്കി വെക്കുക, അവരുടെ പ്രശ്നങ്ങൾ അന്വേഷിക്കാൻ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഫ്രണ്ട്സ് എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് ഏറ്റവും ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല കാര്യം എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പം ഏതൊരു കുട്ടിയാണെങ്കിലും നിങ്ങൾ നിങ്ങൾ പുറത്തോട്ട് വീട്ടിൽ നിന്ന് നിങ്ങൾ പുറത്ത് നിന്ന് പഠിക്കുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വരാം. നിങ്ങൾ മെൻ്റലി നല്ല സ്റ്റേബിൾ ആയിരിക്കണം. പ്രത്യേകിച്ച് നിങ്ങൾ നഴ്സിംഗ് എന്ന് പറഞ്ഞൊരു ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എല്ലാ ഫീൽഡും അത് തന്നെ, പക്ഷേ നഴ്സിംഗ് എന്ന് പറഞ്ഞൊരു ഫീൽഡിനകത്ത് പിടിച്ചു നിൽക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം, മെൻ്റലി നല്ല സ്റ്റെബിലിറ്റി വേണം. കാരണം നമ്മളൊരു ചെറിയ പ്രശ്നം തെറ്റ് പറ്റിയാൽ പോലും അത് വലിയൊരു പ്രശ്നമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നിങ്ങൾ മെൻ്റലി നിങ്ങൾ നല്ല പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ നമ്മൾ ഫസ്റ്റ് ഇയറിലാണ് എന്നുള്ള രീതിക്ക് ഇഷ്ടംപോലെ തെറ്റുകൾ പറ്റാം. തെറ്റുകൾ ആർക്കും പറ്റാതില്ല, മനുഷ്യ സഹജമാണ് തെറ്റ് പറ്റുന്നത്. പക്ഷേ നമ്മൾ ആ തെറ്റിനെ കണ്ടുപിടിച്ച് അതിനെ ശരിയാക്കാൻ എപ്പോഴും നോക്കുക. പിന്നെ അതിന് വഴക്ക് കിട്ടുന്ന സമയത്ത് നമ്മൾ ഒരു തെറ്റ് പറ്റി, അത് മറ്റുള്ളവരെ നമ്മൾ തെറ്റ് വരുമ്പോൾ സോറി എന്ന് പറയാൻ ഒരു മനസ്സ് വേണം. നമ്മൾ ചെയ്ത തെറ്റിനെ എപ്പോഴും നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം. പിന്നെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്ത സമയത്ത് വീണ്ടും നമ്മളത് റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ എനിക്ക് പറയാനുള്ളത് പേരൻസിൻ്റെ അടുക്കൽ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വേറൊരു സ്ഥലത്തോട്ട് വിടുന്ന സമയത്ത് നിങ്ങളുടെ കുട്ടികളാണ്. അപ്പം നിങ്ങളുടെ പേരൻസ് അവർക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഫോൺ ചെയ്യുമ്പോൾ നിങ്ങൾ സംസാരിക്കുക. എന്താണ് നിൻ്റെ പ്രശ്നം, അവിടുത്തെ കാര്യങ്ങൾ എന്താണ്, ജസ്റ്റ് നിങ്ങളൊരു പേരൻസാണ്. അപ്പം നിങ്ങളാണ് അവരുടെ ബാക്ക് ബോണ്. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് അവർ പഠിച്ചു കഴിഞ്ഞാലുള്ള കാര്യങ്ങൾ അത് പിന്നത്തെ കാര്യമാണ്. പക്ഷെ പഠിക്കുന്ന സമയത്താണെങ്കിലും നമ്മളുടെ സപ്പോർട്ട് കൊണ്ടാണ് ആ കുട്ടിയുടെ ഒരു മെൻറ്റാലിറ്റി പോകുന്നത്. അപ്പം നമ്മളും കൂടെ ഇല്ല എന്നറിയുമ്പോഴത്തേക്ക് അവർ നല്ലപോലെ ഡിപ്രസ്ഡ് ആവും. അപ്പോൾ നമ്മൾ പേരൻസ് ചെയ്യേണ്ടത് എപ്പോഴും അവരെ സപ്പോർട്ട് ചെയ്യുക. അവരുടെ എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യുന്നതല്ല, അവർ ന്യായമുള്ള ഭാഗത്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതാണ് എനിക്ക് നിങ്ങൾ പേരൻസിനോട് പറയാനുള്ളത്. പിന്നെ വേറൊരു കാര്യം, ഫാക്കൽറ്റീസ് ഞങ്ങൾ നമ്മൾ വേറൊരു നാട്ടിൽ നിന്ന് ഞങ്ങൾ പഠിക്കാൻ വന്നിട്ട് നമ്മൾ അങ്ങനെ ബുള്ളി ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, ഇപ്പം ഗ്രീഷ്മ, ഇപ്പോൾ കേരളത്തിലുള്ള ഒരു ഗ്രീഷ്മ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ഒരു ചെറുക്കന് വിഷം കൊടുത്ത് കൊന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ എല്ലാ ഗേൾസിൻ്റെ അടുക്കലും പറയാം, നീ ഇങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ നീ എല്ലാവർക്കും വിഷം കൊടുക്കും, നീ എങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട്, അതായത് ഒരാൾ ചെയ്ത കുറ്റം എല്ലാവരും ചെയ്യുമെന്ന് പറയുന്നത് അത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ്. എല്ലാവരും അങ്ങനെ ആയിരിക്കണമെന്നില്ല. ഈവൻ ഞങ്ങളിപ്പം നഴ്സിംഗ് പഠിക്കുന്ന സമയത്ത് നമ്മൾ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ പേഷ്യൻറ്റിനെ മനസ്സിലാക്കുക, പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്യുന്ന വിധം, അതുപോലെ തന്നെയാണ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മളെല്ലാവരും ഹ്യൂമൻ ബീങ്സ് ആണ്. അപ്പം നിങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങൾ ഓർക്കുക, ഞങ്ങളും ഒരു മനുഷ്യരാണ്, നമുക്ക് മനസ്സുണ്ട്, ചിന്താഗതികളുണ്ട്, മെൻ്റൽ ഡിസോർഡേഴ്സ് ഒന്നും ഇല്ലാത്ത പിള്ളേരായിരിക്കും. പക്ഷെ നിങ്ങൾ ഈ പറയുന്നത് കേട്ടിട്ട് നമുക്ക് ഒന്നാമതേ നമ്മളെ സ്റ്റേബിളാക്കാൻ വേണ്ടിയിട്ട് നാട്ടിൽ നിന്ന് ഇവിടെ ആരുമില്ല. അപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ടെൻഷൻ അടിക്കും. അപ്പം നിങ്ങൾ ഫസ്റ്റ് വിചാരിക്കേണ്ടത് എന്താണേലും കംപ്ലീറ്റ്ലി എൻ്റയർ ആയിട്ടുള്ള സിറ്റുവേഷൻസും കംപ്ലീറ്റ്ലി ഞങ്ങൾ വേറൊരു സ്ഥലത്ത് പോകുന്നു. ഇപ്പം ബാംഗ്ലൂരിൽ തന്നെ ആവണമെന്നില്ല. ഇപ്പം നമ്മൾ കേരളത്തിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന, അതായത് ഇന്ത്യക്ക് പുറത്താണെങ്കിലും എവിടെയാണേലും ഓൾ ഓവർ ദ വേൾഡ് ഇങ്ങനെ ബുള്ളീസ് നടക്കുന്നുണ്ട്. പക്ഷേ എന്ന് പറഞ്ഞാൽ നമ്മൾ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എല്ലാവരും മനുഷ്യന്മാരാണ്. അപ്പം മനുഷ്യൻ തന്നെ മനസ്സിലാക്കിയില്ല, പിന്നെ ആരാണ് മനസ്സിലാക്കുന്നത്? അപ്പം എന്ത് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും അവരെ കുറ്റപ്പെടുത്താതെ, അതായത് മറ്റൊരാൾ ചെയ്ത് എന്ന് പറഞ്ഞിട്ട് ഇത് നീ ചെയ്യും എന്ന് അങ്ങനെ
വിചാരിച്ചിട്ട് കാര്യമില്ല. അതായത് നിങ്ങളുടെ നാട്ടിലെ പിള്ളേർ ഇങ്ങനെ പാവങ്ങളാണ്, അല്ലെങ്കിൽ പുറത്തുനിന്ന് വന്ന ആൾക്കാർ ഭയങ്കര അങ്ങനെയൊന്നും അല്ല. എല്ലാ നാട്ടിലും കാണും എന്താ പറയുന്നത്, പല സ്വഭാവമുള്ളവരും കാണും, നല്ല പിള്ളേരും കാണും. അതായത് ഇപ്പം നമ്മൾ തന്നെ പറയില്ലേ, എല്ലാവരും പല പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവരാണ്. അപ്പം എല്ലാവരും ഒരേപോലെ ഇരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. പക്ഷേ എന്ന് പറഞ്ഞ് അത്ര കൊടും കുറ്റവാളികളൊന്നുമല്ല. ചെറിയ ചെറിയ പ്രശ്നത്തിനാണ് ഇത്ര നമ്മളെ കുറ്റം പറയുന്നത്, ഒരാവശ്യവും അത്. അപ്പം സ്റ്റുഡൻസ് ആണെങ്കിലും പേരൻസ് ആണെങ്കിലും ഫാക്കൽറ്റീസ് ആണെങ്കിലും ആരാണെങ്കിലും നമ്മളെല്ലാം മനുഷ്യന്മാരാണ്. അപ്പം നമ്മൾ തമ്മിൽ സ്നേഹിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഈ പഠിച്ചിട്ട് കാര്യമില്ല. ആ കുട്ടീനെക്കുറിച്ച് ഓർത്തിട്ട്, ആ ഫാക്കൽറ്റീസിനെ കുറിച്ച് ഓർത്തിട്ടാണ് എനിക്ക് സങ്കടം തോന്നുന്നത്. കാരണം നമ്മൾ നഴ്സിംഗ് പഠിക്കുന്ന പിള്ളേരാണ്. അപ്പം നേഴ്സ് അങ്ങനെ ആവണം ഇങ്ങനെ ആവണം, നമ്മൾ പേഷ്യൻറ്റിനെ അങ്ങനെ ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ പേഷ്യൻറ്റിനെ കണ്ട് നമ്മൾ മനസ്സിലാക്കണം. മീൻസ് അവരുടെ അസുഖങ്ങൾ നമ്മൾ മനസ്സിലാക്കണം, അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ, അവരുടെ മെൻറ്റാലിറ്റി വെച്ച് വേണം നമ്മൾ ട്രീറ്റ് ചെയ്യണമെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ആൾക്കാർ നമ്മളെക്കുറിച്ച് എന്തുകൊണ്ട് ഒരു നിമിഷം ആലോചിക്കുന്നില്ല എന്ന് എനിക്ക് പലപ്പോഴും. ഒന്നാമത്തെ കാര്യം, ആ കുട്ടി ഒരു നേഴ്സിംഗ് ആണ് പഠിക്കുന്നത്, അവർ നേഴ്സിംഗ് പഠിപ്പിക്കുന്ന ഒരു ഫാക്കൽറ്റീസ് ആണെങ്കിൽ പോലും എനിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അതിനെ അത്രയ്ക്ക് എന്തൊക്കെയോ പറഞ്ഞു എന്നാണ് ഞാൻ കേൾക്കുന്നത്. അപ്പം എന്താ പറയുക, അത്രയും അത് മെൻ്റലി ഇതാവണമെന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല. സംഭവം എന്തായാലും ആ കുട്ടിക്ക് അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കേണ്ടി വന്നതിന് എനിക്ക് നല്ല സങ്കടമുണ്ട്. ഫാക്കൽറ്റീസ് ദയവ് ചെയ്ത് നിങ്ങൾ മറ്റുള്ളവരെയും കൂടെ മനസ്സിലാക്കില്ല, സ്റ്റുഡൻസിനെയും കൂടെ മനസ്സിലാക്കി. നമ്മൾ വേറൊരു സ്ഥലത്തു നിന്ന് വന്നെന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്. പിന്നെ മനുഷ്യന്മാർ തന്നെയാണ് മനുഷ്യന്മാരുടെ ശത്രുക്കൾ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. സത്യമാണ് ചില സമയത്ത്. പക്ഷേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരിക്കലും അങ്ങനൊന്നും ചെയ്യരുത്. എല്ലാവരുടെയും ലൈഫിൽ കാണും ഓരോരോ പരീക്ഷണങ്ങൾ. അപ്പോൾ ഇതിനെല്ലാം നമ്മൾ മുന്നിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ എന്തായാലും നല്ലൊരു ഡേ നമുക്കായിട്ട് നമ്മൾ കാത്തിരിപ്പുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ നമ്മുടെ പന്ന ഡേയ്സ് മാത്രം നമ്മളിങ്ങനെ എന്താ പറയുന്നത് ഓർത്ത് വെച്ച് ഉള്ള നെഗറ്റിവിറ്റി ആക്കി അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. പിന്നെ എന്ത് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളിങ്ങനെ ഹാർഷായിട്ട് ഒരൊറ്റ ചിന്തയിൽ നിങ്ങൾ ഒറ്റ മൈൻഡ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഹാർഷായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാതിരിക്കുക. ദയവ് ചെയ്ത് സ്റ്റുഡൻസ് അങ്ങനെയൊന്നും ചെയ്യരുത്. കാരണം നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മുന്നേറിയാൽ നിങ്ങൾക്കാണ് നല്ലത്. നിങ്ങളുടെ ലൈഫാണ് മുന്നേറുന്നത്. അപ്പം നമ്മുടെ ലൈഫ് മുന്നേറി കഴിഞ്ഞാൽ നമ്മുടെ പുറകിന് നമ്മൾക്കായി കാത്തിരിക്കുന്ന കുറേ പേരുണ്ട്. ഇങ്ങനത്തെ ഹാർഷായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാതിരിക്കുകയാണ്. കാരണം നമ്മുടെ ലൈഫ് നമ്മുടെ കയ്യിൽ മാത്രമാണ്. അപ്പോൾ എന്ത് സിറ്റുവേഷൻ വന്നാലും നമ്മൾ പിടിച്ച് നിൽക്കുക. അതായത് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കും, നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടു, അപ്പം അതിനെല്ലാം പ്രതിഫലം നമുക്ക് എന്തായാലും ഒറ്റ ദിവസം കിട്ടും. ഒരു ദിവസം എന്തായാലും നമുക്കതിനുള്ള നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ സംഭവിക്കും. എനിക്ക് ആ കുട്ടി അങ്ങനെ ചെയ്തതിൽ എനിക്ക് നല്ല സങ്കടമുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഗൈസ് എനിക്ക് പറയാൻ. എനിക്ക് ഈ പ്രശ്നം ഞാനിങ്ങനെ കേട്ടത് മുതൽ ഇതിനൊരു വീഡിയോ ഇടണം, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി എന്തൊക്കെയോ പറയണം എന്നെൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിതൊക്കെയാണ് നിങ്ങളൊക്കെ പറയാനുള്ളത്, സ്റ്റുഡൻസിൻ്റെ അടുക്കലാണെങ്കിലും പേരൻസിൻ്റെ അടുക്കലാണെങ്കിലും. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പം അടുത്ത വീഡിയോ കാണാം ഗൈസ്. ടാറ്റാ.